ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ചലച്ചിത്ര മേഖലയിലെ ചൂഷണങ്ങളും മറ്റ് പ്രശ്നങ്ങളും വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ രംഗത്ത് ആദ്യമായി ഇടപെട്ടുകൊണ്ടിരുന്ന ട്രേഡ് യൂണിയൻ AITUC ആയിരുന്നു. AITUCയുടെ സംസ്ഥാന പ്രസിഡന്റ് TG ആഞ്ചലോസ് നമ്മളൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഈ ട്രേഡ് യൂണിയൻ രംഗത്തെ ഒരു സംഘടന എന്ന നിലയിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ വിനയനടക്കമുള്ള ചൂണ്ടിക്കാണിക്കുന്നത് ഈ സിനിമാ നയരൂപീകരണ സമിതിയുമായി ബന്ധപ്പെട്ടാണ്. നയരൂപീകരണ സമിതിയിൽ B ഉണ്ണികൃഷ്ണനെ ഉൾപ്പെടുത്തുന്നത് നേരത്തെ കോമ്പറ്റീഷൻ കമ്മീഷൻ കുറ്റക്കാരനെന്ന് വിധിച്ച ആളാണ്. അപ്പോൾ ആ ഉൾപ്പെടുത്തുന്നതിനെതിരെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് CPI അല്ലെങ്കിൽ AITUC ഇതിനെ പിന്തുണയ്ക്കുന്നു. B ഉണ്ണികൃഷ്ണൻ പോലുള്ള ആളുകൾ അത്തരം സമിതിയിൽ നിന്ന് സ്വയം മാറി നിൽക്കാൻ തയ്യാറാകണം. കാരണം AITUC മുൻകൈയെടുത്ത് ഈ മേഖലയിലൊരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ച ആദ്യഘട്ടം മുതൽ അതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് മുൻപന്തിയിൽ നിന്നയാളാണ് B ഉണ്ണികൃഷ്ണൻ പോലുള്ള ആളുകൾ. അപ്പോൾ അത്തരം ആളുകൾ ഇത്തരം വിവാദം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ സ്വയം മാറി നിന്നുകൊണ്ട് മറ്റുള്ള ആളുകൾ തർക്കങ്ങളില്ലാത്തവരും അതുപോലെ തന്നെ പരാതികൾക്ക് അടിപ്പെടാത്തവരുമായിട്ടുള്ള ഒട്ടനേകം ആളുകൾ ഈ മേഖലയിലുണ്ട്. കേരളത്തിലെ സിനിമാ മേഖലയിൽ അത്തരം ആളുകളുടെ കുറവൊന്നുമില്ല. ഏറ്റവും ഉന്നത തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾ അതിനകത്ത് കടന്നു വരട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഈ നയരൂപീകരണ സമിതിയിൽ മുകേഷിൻ്റെ സാന്നിധ്യവും ഇപ്പോൾ വലിയ ചർച്ചയാണ്. അപ്പോൾ ഈ മുകേഷിനെ പോലുള്ള സാന്നിധ്യത്തെക്കുറിച്ച് ഉണ്ടാവുക അല്ല, അത് ഞാനീ പറഞ്ഞ ഓരോരുത്തരും സ്വയം തീരുമാനിക്കണം. അത്തരം ജനപ്രതിനിധികളായിട്ടിരിക്കുന്ന ആളുകൾ, പ്രധാനപ്പെട്ട സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ, അവരെല്ലാം പൊതുസമൂഹം ഈ കാലഘട്ടത്തിൽ ഉയർത്തുന്ന വിമർശനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം തീരുമാനമെടുക്കുക, ഉചിതമായ സ്വയം തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അത് സംബന്ധിക്കുന്നത്. CPIയുടെ ദേശീയ സെക്രട്ടറി അംഗമായ ആനി രാജ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ മുകേഷ് ജനപ്രതിനിധി സ്ഥാനത്ത് പോലും ഇരിക്കാൻ യോഗ്യനല്ല, അദ്ദേഹം രാജിവെച്ചു. അല്ല, ഞങ്ങളൊരു ട്രേഡ് യൂണിയൻ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ കാണുന്നത്. ഇത്തരം വിവാദങ്ങളെല്ലാം ഉയർന്നു വരുന്നതിന് മുമ്പ് തന്നെ സ്ത്രീകളുടെ സുരക്ഷയും തുല്യ ജോലിക്ക് തുല്യവേതനം എന്നുള്ള ഡിമാൻഡ് വെച്ചുകൊണ്ട് ദീർഘകാലമായി ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നതാണ്. ആ ട്രേഡ് യൂണിയനെ തകർക്കുവാൻ ഈ മാഫിയ സംഘം അവർ നല്ലതുപോലെ ശ്രമിക്കുകയുണ്ടായി. ചില ഘട്ടങ്ങളിൽ അവർ വിജയം വരികയും ഉണ്ടായി. അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം പറയുന്നതിനകത്തുനിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ ചിലപ്പോൾ ട്രേഡ് യൂണിയനുകൾക്ക് അതിലെ അവകാശങ്ങൾ, അതിൽ പണിയെടുക്കുന്ന ആളുകളുടെ അവകാശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയേണ്ടി വരും. ആ ഒരു നിലപാടാണ് ഞങ്ങൾ പറയുന്നത്. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇപ്പോൾ ഒരു ചർച്ചയാണ്. ട്രേഡ് യൂണിയൻ നിലയിൽ ഈ പവർ ഗ്രൂപ്പ് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? പവർ ഗ്രൂപ്പല്ല, മാഫിയ എന്നാണ് ഞങ്ങളതിനെ അന്ന് വിശേഷിപ്പിച്ചത്. ഇപ്പോഴും ഞങ്ങൾ അതിനകത്ത് ഉറച്ചു നിൽക്കുകയാണ്. പവർ ഗ്രൂപ്പല്ല, മാഫിയാണ്. മാഫിയാണ് അന്നും പ്രവർത്തിച്ചു. അവർ ഒരു ഘട്ടത്തിൽ വിജയിക്കുകയുണ്ടായി. ഞാനീ പറഞ്ഞ വിവിധ തലങ്ങളിലുള്ള ആളുകൾ ഒറ്റക്കെട്ടായി വന്ന് അവർ തമ്മിലുള്ള ശത്രുതയോ മറ്റു കാര്യങ്ങളോ മാറ്റിവെച്ച് ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാകുന്നതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മാഫിയ രംഗത്ത് വരികയുണ്ടായി. പലയിടങ്ങളിലും കേസുകൾ എടുക്കുകയുണ്ടായി. ആ മാഫിയയുടെ പുതിയ രൂപമാണ് പവർ ഗ്രൂപ്പ്. നിശ്ചയമായും ഞങ്ങളന്ന് മാഫിയ എന്ന് വിശേഷിപ്പിച്ചവരാണ് പവർ ഗ്രൂപ്പായി വന്നിരിക്കുന്നത്. ഞങ്ങളന്ന് വിശേഷിപ്പിച്ചതാണ് മാഫിയ. ഇപ്പോഴും ഞങ്ങളതിൽ ഉറച്ചു നിൽക്കുകയാണ്. മാഫിയ തന്നെയാണ്. ഈ സിനിമാ രംഗത്തെ തൊഴിൽ ചൂഷണവുമായി ബന്ധപ്പെട്ട നിലപാടെടുത്ത AITUC ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലും വളരെ ശക്തമായൊരു സമീപനമാണ് സ്വീകരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു MLനൊപ്പം റിപ്പോർട്ടർ ആർ ശ്രീജിത്തിൻ്റെ റിപ്പോർട്ടർ.